MDI ക്യാമ്പസിൽ ജലാലിയ റാത്തീബും പ്രാർത്ഥനാ മജ്ലിസും സംഘടിപ്പിച്ചു. വിശുദ്ധ റമളാൻ മാസത്തിന്റെ പുണ്യമേറിയ ദിനരാത്രികളിലൂടെ കടന്നുപോകവെ പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ മുഖരിതമായി MDI ക്യാമ്പസ്. റമളാൻ 25-ാം ദിനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജലാലിയ റാത്തീബും പ്രാർത്ഥനാ മജ്ലിസും വിശ്വാസികൾക്ക് ആത്മീയ അനുഭൂതിയായി. MDI പ്രസിഡന്റ് അബ്ദുള്ള മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റമളാൻ 25-ന് ളുഹർ നിസ്കാരാനന്തരം ആരംഭിച്ച പരിപാടികൾക്ക് സെക്രട്ടറി ഷൗക്കത്ത് സഖാഫി സ്വാഗതം പറഞ്ഞു. അതുകൊണ്ട് ഈ പരിശുദ്ധമായ പവിത്രമായ മജ്‌ലിസ് എല്ലാ മാസവും നടന്നു വരാറുള്ള മജ്‌ലിസുകൾ എല്ലാ മാസവും ഉണ്ടാവും. എല്ലാ മാസവും നോട്ടീസൊക്കെ എടുത്ത് പരസ്യം ചെയ്ത് ഇങ്ങനെ വിളിക്കാനുള്ള ആവശ്യമില്ലല്ലോ. മജ്‌ലിസ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ എല്ലാ മാസവും 15-ാം തീയതി ഇങ്ങനെ വരും. എല്ലാ മാസവും 15-ാം തീയതി മുടങ്ങാതെ എല്ലാ മാസവും. അപ്പൊ എല്ലാ മാസവും നോട്ടീസും അനൗൺസ് പോസ്റ്റൊന്നും ആവശ്യമില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദിക്റിന്റെ മജ്‌ലിസ് വലിയ പോയിട്ടുള്ള മജ്‌ലിസല്ലേ. അപ്പൊ അതിൽ പങ്കെടുക്കേണ്ട ആൾക്കാരൊക്കെ എല്ലാ മാസവും 15-ാം തീയതി വന്നാൽ എന്താ നല്ലൊരു മജ്‌ലിസിൽ നമ്മൾ പങ്കെടുക്കാൻ പറ്റും. എത്രയോ സമയം നമ്മൾ മൊബൈലിലും ഫോണിലൊക്കെ ചെലവാക്കുന്നുണ്ടല്ലോ. കുറച്ചു നേരം എന്താണ് ഒന്നും ഇല്ലാതെ എന്താണ് അള്ളാഹുവിന്റെ ദിക്റിൽ സ്വലാത്തിന് നല്ല ഒരു ഒരുമിച്ചൂടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും ഒരുമിക്കുന്നത് എല്ലാ മാസമുള്ള മജ്‌ലിസാണ്. എല്ലാവരും പങ്കെടുക്കണം. അതേ മജ്‌ലിസിനും സയ്യിദന്മാരുണ്ടാവും. സയ്യിദന്മാരില്ലെങ്കിൽ അതുപോലെ ആരും ദ്വാരക്കാരൊക്കെ ഉണ്ടാവും. എന്നാൽ മജ്‌ലിസിനോടായിരുന്നു ആ മജ്‌ലിസിന് മഹാന്മാരായ പ്രമുഖ പണ്ഡിതൻ സയ്യിദ് മഷ്ഹൂർ മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥനാ മജ്‌ലിസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളിരിക്കുന്ന ഈ സ്ഥലം അല്ലാഹുവിന്റെ ഭവനമായ പള്ളി. ഇവിടെ ചെറിയത് റാത്തീബുകളുടെ കൂട്ടത്തിൽ വളരെ പോലീസിയാക്കപ്പെട്ട റാത്തീബാണ് ജലാലിയ റാത്തീബ്. അത് പേര് പോലെ തന്നെ എന്നും ഒരു ജലാലിയത്തായി ചുടിച്ചു നിൽക്കുന്ന റാത്തീബാണ്. ടെൻഷനില്ലാതെ രസകരമായിട്ട് അല്ലാഹുവിന്റെ ദിക്റിലേക്ക് മുഴുകുന്ന നല്ലൊരു. തുടർന്ന് നടന്ന റമളാൻ സന്ദേശ പ്രഭാഷണത്തിൽ റൂഹുസദ സയ്യിദ് ഹൈദ്രോസ് മുത്തുക്കോയ തങ്ങൾ വിശ്വാസികൾക്ക് വിശുദ്ധ മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും സന്ദേശം നൽകി. എല്ലാവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ ദർശനം എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ ഖാലിഖായ റബ്ബേ വീടില്ലാത്തവർക്ക് ഇസ്സത്തുള്ള വീടുകൾ നൽകണം അല്ലാഹ്. എടുക്കുന്ന വീടുകൾ പണികളൊക്കെ പൂർത്തിയാക്കണേ റഹ്മാനെ. വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഈ പുണ്യമാസത്തിൽ വിശ്വാസികൾ കാത്തുസൂക്ഷിക്കേണ്ട ആത്മീയ ശുദ്ധിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, പയ്യന്നൂർ. അബൂബക്കർ സഅദി, ഷമീർ സഖാഫി, മിദ്ലാജ് സഅദി, സമദ് ഹിഷാമി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്ന റാത്തീബിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് അണിചേർന്നത്. ചടങ്ങിനോട് അനുബന്ധിച്ച് നടന്ന അന്നദാനത്തിന് കമ്മിറ്റി പ്രതിനിധികളും ജീവനക്കാരും നേതൃത്വം നൽകി. റമളാൻ അവസാന 10ലേക്ക് കടക്കുമ്പോൾ പ്രാർത്ഥനകളും തസ്ബീഹുകളും കൊണ്ട് വിശ്വാസികൾക്ക് പുതുജീവൻ പകരുകയാണ് ഇത്തരം ആത്മീയ സദസ്സുകൾ. MDAയിൽ നടന്ന ഈ പ്രാർത്ഥനാ മജ്‌ലിസ് വിശ്വാസി സമൂഹത്തിന് വലിയൊരു ഉണർവായി മാറി. എല്ലാവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ ദർശനം എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ. KL 71 ന്യൂസ്, കരുളായി.